എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. പ്രമുഖരുടെ പ്രതികരണങ്ങളിലെ പിഴവുകളാണ് ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. KR മീര എന്ന എഴുത്തുകാരി 2 പ്രതികരണങ്ങളിലാണ് പിഴവുകൾ വരുത്തിയത് എന്നുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം മാപ്പൊന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ ഒരു വീഡിയോ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്നു. ഒരു വേദിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിൽ ഒരു ക്രൈമിനെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു പരാമർശം ഉണ്ടായി. വലിയ വിമർശനങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രതികരണങ്ങളിൽ സ്ഥിരമായി പിഴവുകൾ വരുത്തുകയും എന്നാൽ ഒരു മടിയും കൂടാതെ മാപ്പ് പറയുകയും ആ ഒരു പ്രതികരണം പിൻവലിക്കുകയും ചെയ്യുന്ന മറ്റൊരു പ്രമുഖൻ നമുക്കുണ്ട്. അത് ശ്രീ സുരേഷ് ഗോപിയാണ്. അദ്ദേഹത്തിന്റെ ഫാൻസ്, അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ, അദ്ദേഹത്തിന്റെ ഒരു വ്യക്തി പ്രഭാവം എന്നൊക്കെ പറയുന്നത് വളരെ രസകരമായിട്ട് നോക്കി കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പ്രതികരണങ്ങളിൽ പിഴവ് വരുത്തും. ആ ഒരു പിഴവ് ആളുകൾ സൂചിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഫാൻസ് കാര്യമായി തന്നെ രംഗപ്രവേശനം ചെയ്ത് ആ ഒരു പിഴവിനെ ന്യായീകരിക്കും. ചില മാധ്യമങ്ങൾ, സ്തുതിപാഠകരായിട്ടുള്ള മാധ്യമങ്ങൾ അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് പ്രശ്നമെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇവരെല്ലാം ഇങ്ങനെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ആ ഒരു സമയത്ത് തന്നെ അദ്ദേഹം വന്ന ആ ഒരു പ്രതികരണം പിൻവലിക്കും. മാപ്പൊക്കെ ചില സമയങ്ങളിൽ പറയുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ ഫാൻസ് അല്ലേ, അത് മനസ്സിലാക്കാനായിട്ടുള്ള ബോധമില്ല എന്ന് നമുക്കിങ്ങനെ നിസ്സാരവൽക്കരിക്കാമെന്നുണ്ടെങ്കിലും വലിയ അപകടകരമാണ് അദ്ദേഹത്തിന്റെ ആ ഒരു രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായി വന്ന ഒരു പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ ഒന്ന് പ്ലേ ചെയ്യുകയാണ്. അദ്ദേഹം വിവാദപരമായിട്ടുള്ള പരാമർശം നടത്തിയ ആ ഒരു പരാമർശം മാത്രമായിട്ട് പ്ലേ ചെയ്യുന്നില്ല, അത് മാത്രം പ്ലേ ചെയ്ത് കാര്യങ്ങളെ മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നു എന്നുള്ള ആരോപണം അദ്ദേഹത്തിനും ഉണ്ട്, അദ്ദേഹത്തിന്റെ ഫാൻസിനും ഉണ്ട്. അതുകൊണ്ട് ചില ഭാഗങ്ങൾ അതിന്റെ ഒരു പൂർണ്ണ രൂപം കാണിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഈ ട്രൈബൽ അത് ഇതൊന്നും നോക്കണം. മീഡിയയിൽ 37,000 ചില്ലുവാനം കോടി, ശരിക്കും അത് 38,500 കോടിയാണ് ട്രൈബലിന് വേണ്ടി നീക്കിവെച്ച പണം. എവിടെയാണെന്ന് കാണിച്ചു തരാമോ എന്ന് ഞാൻ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലിരുന്ന് അർജുൻ മുണ്ടാജി ക്യാബിനറ്റ് മിനിസ്റ്ററുടെ ചെയർ ചെയ്യുന്ന മീറ്റിംഗിലാണ് ഞാൻ ഉദ്യോഗസ്ഥരോട് ചോദിച്ചത്. You said 38,500 crores for the tribals. Can you come to Kerala and show me? I need to see. 38,500 crores is not peanuts. എന്നെ കാട്ടിത്തരൂ. പക്ഷെ ഒരു വാക്കൂടെ ഞാൻ പറഞ്ഞു, അൺപാർലമെന്ററിയാണ്. All this data presented by different departments: health, social welfare, education, facilitation, infrastructure development. All these data presented by these officers are fraud. ഞാൻ അതിനെ അൺപാർലമെന്ററി ആയിട്ടാണ് കരുതുന്നത്. But that term is never referred to as unparliamentary in the lexicon. I don't think. Mr. Tom Vadakan should know better. What else do we call it then? Fraud എന്നല്ലാതെ പിന്നെ എന്താ പറയണ്ടേ? അത് പറഞ്ഞാൽ ഞാൻ ആ സിനിമ ഡയലോഗ് പറയേണ്ടി വരും, ഇല്ലാഴികയാണ് അല്ലേ? അത് പറഞ്ഞ ഇവിടെ പലർക്കും വിറയല. ട്രൈബൽ വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ആ ഒരു തുകയുടെ വിനിയോഗവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളാണ്, ചില ആരോപണങ്ങളാണ് ശ്രീ സുരേഷ് ഗോപി ഉന്നയിക്കുന്നത്. വളരെ ന്യായമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങളും അതേപോലെ തന്നെ ഇതുപോലുള്ള ഒരു പ്രശ്നത്തിന്റെ പരിഹാരമായി നിർദ്ദേശിക്കുന്ന കാര്യങ്ങളുമാണ് പ്രോബ്ലമാറ്റിക്. അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ ഈ ഉദ്ദേശശുദ്ധിയെ ഞാൻ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നു. ഇതിന് ശേഷമുള്ള കാര്യമാണ് പ്രശ്നം. ആ ശേഷമുള്ള കാര്യത്തെക്കുറിച്ചിട്ട് മാത്രമാണ് വിമർശനങ്ങൾ ഉണ്ടാവുന്നത്. പൂർണ്ണ രൂപം കാണിക്കാത്തത് കൊണ്ടാണ് ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത് എന്നൊക്കെ അദ്ദേഹത്തിന്റെ ഫാൻസ്, അനുകൂലികൾ കിടന്ന് നിലവിളിക്കുന്ന സമയത്ത് അവരുടെ ഒരു ലോജിക്കിനെ കുറിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ ഒരു ചിന്തയുടെ ഒരു എക്സാമ്പിൾ അതിന്റെ തൊട്ട് താഴെ കമന്റ് ആയിട്ട് കിടപ്പുണ്ട്, അതിനെ കുറിച്ചിട്ട് ഞാൻ പറയാം. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. അത് തന്നെ നോക്കിക്കൊണ്ടും പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പം പത്രങ്ങളുടെ എല്ലാം ബോക്സ് ന്യൂസ് ആയിട്ട് ഒരു പോസ്റ്റർ ഒക്കെ ഇട്ടിട്ടിരിക്കുക. 3,70,70,000 കോടി ഈ 37,000 ചില്ലുവാനാണ് ഞാൻ പറഞ്ഞത്. ആ 37,000 കോടി എന്നുള്ളതിന് 3,70,70,000 കോടി എന്നാണ് ഡിജിറ്റ്സ് അറിഞ്ഞൂടെ അവർക്ക്? എന്തിനാണെന്നറിയാം, അവർക്ക് ഡിജിറ്റ്സ് അറിയാം. പക്ഷെ ഈ 3,70,70,000 കോടി എന്ന് സുരേഷ് ഗോപി പറഞ്ഞു, ഇതല്ലേ ഫ്രോഡ് എന്ന് വരുത്തി തീർക്കാനുള്ള ആയുധവൽക്കരണമാണ് നടത്തിയത്. പക്ഷെ എന്റെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലെ വെർബാറ്റം എടുത്ത് നോക്കിയാൽ ഇപ്പോഴും ഏറ്റവും വലിയ അതിശയം
ഞാൻ 2016 MP ആയ ആ കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട, എനിക്ക് ട്രൈബൽ തരും. അപ്പൊ നമ്മുടെ ഒരു നാട്ടിലെ മറ്റൊരു ശാപമാണ്, ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ്, ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ. ഈ ഒരു ചിന്തയുമായി നടക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ, ജനപ്രതിനിധികളായിട്ട് നടക്കുന്ന ആളുകൾക്ക് ഈ ഇന്റർചേഞ്ചബിലിറ്റി ആണ് വലിയ പരിവർത്തനം എന്ന് പറയുന്നത്. എന്ത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് സംസാരിക്കുന്നത്? പക്ഷെ അദ്ദേഹം അത് പറയുന്ന സമയത്ത് അതിൽ പ്രശ്നം ഫീൽ ചെയ്യുന്നില്ല എന്ന് അവകാശപ്പെടുന്ന പല മാധ്യമ പ്രവർത്തകരുണ്ട്, പല അനുകൂലികളുണ്ട്. തൊട്ട് താഴത്തെ കമന്റ് ഇങ്ങനെയാണ്: ഒരു ട്രൈബൽസിന്റെ മന്ത്രിയായിട്ട് മുന്നോക്ക ജാതികളിൽ നിന്നുള്ള ആളും ഒരു ട്രൈബൽ മന്ത്രി മുന്നോക്ക ജാതികളുടെ വികസനത്തിന് വരണം എന്നുമല്ല അയാൾ പറഞ്ഞത്. അതൊരു നല്ല കാര്യമല്ലേ? നമുക്കിടയിൽ മാറ്റം വരണമെന്ന്. ഈ ജനാധിപത്യ സംവിധാനത്തിലെ മിനിമം കോമൺ സെൻസ് ഉള്ള സാധാരണ ആളുകൾക്ക് കുറേയധികം ചോദ്യങ്ങളാണ് മൈൻഡിലേക്ക് വരുന്നത്. ആരാണ് ഉന്നത കുലജാതൻ? ആരാണ് ഈ ഉന്നത കുലം നിർണയിക്കുന്നത്? ഉന്നത കുലത്തിൽ ഉള്ള ഒരാൾക്ക് താഴേക്കിടയിലെന്ന് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറയുന്ന ആളുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയുള്ള കഴിവുണ്ടാവുന്നത് എങ്ങനെയാണ്? ഉന്നത കുലത്തിന് ജന്മനാ തന്നെ എന്തെങ്കിലും സ്കില്ലുകൾ കിട്ടിയിട്ടുണ്ടോ? അതാണോ ഇദ്ദേഹം അവകാശപ്പെടുന്നത്? അതിനെക്കുറിച്ചിട്ട് ഇദ്ദേഹത്തിന് ആൻസർ ഉണ്ടോ? ഇല്ല. അതേപോലെ ട്രൈബൽ ഗ്രൂപ്പ്സിന്റെ ഉന്നമനം ലക്ഷ്യമാക്കി ഒരു ഉന്നത കുലജാതൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ബാക്കിയുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ വേണ്ടി പോവുക? അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും മാർഗരേഖ ഉണ്ടോ? അതേപോലെ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതിയുണ്ട്, ഇദ്ദേഹം ഉത്തരം പറയേണ്ട മറ്റൊരു സംഗതിയുണ്ട്. ട്രൈബൽ ഗ്രൂപ്പ്സിന്റെ ഉന്നമനം ഇദ്ദേഹം പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് സാധ്യമാവാത്തതിന്റെ കാരണം അവരുടെ നേതൃത്വ നിരയിൽ നിൽക്കുന്ന ആളുകളുടെ ജാതിയോ കുലമോ ആണോ? അത് എത്രത്തോളം ഈ ഒരു ക്ഷേമ പ്രവർത്തനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്? അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള മറുപടി ഉണ്ടോ? ഇത്തരത്തിൽ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ടും ഒരു മറുപടിയും പറയാൻ ഇല്ല എങ്കിലും ജാതീയത എല്ലായിടത്തും വാരി വിളമ്പുക എന്നുള്ളതാണ് പൊതു സ്വഭാവം. അപ്പൊ അതിനെയാണ് ആളുകൾ വിമർശിക്കുന്നത്. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ. ജാതിവശാൽ അങ്ങനെ നമ്മൾ ബ്രാക്കറ്റൈസ് ചെയ്തിട്ടുള്ള ഉന്നത കുലജാതി, ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ, അവര് നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ. വലിയ വ്യത്യാസമുണ്ടാവും. ഇത് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയോട്. പക്ഷെ ഇതൊക്കെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. മുന്നോക്ക ജാതികളുടെ എന്ത് വികസനം? മുന്നോക്ക ജാതികളുടെ എന്ത് റെപ്രസെന്റേഷൻ? ഒരു ട്രൈബൽ വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രി വന്നിട്ട് ഈ മുന്നോക്ക ജാതികൾക്ക് എന്തുണ്ടാക്കി കൊടുക്കാനാണ്? അതിനെക്കുറിച്ചിട്ട് വല്ലതും പറയുമോ? അതിനെക്കുറിച്ചിട്ടൊന്നും പറയില്ല. പുള്ളിക്കാരൻ ഏതോ ഉന്നത കുലജാതനാണ് എന്ന് കിട്ടുന്ന വേദികളിലൊക്കെ അനൗൺസ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള ബ്ലണ്ടേഴ്സ് അടിച്ചു വിടുന്നതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എത്ര ലോജിക് ഇല്ലാത്ത വർത്തമാനങ്ങളാണ് ഇതിനകത്തെ. ജാതീയ പരാമർശങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തി അദ്ദേഹത്തിന്റെ നാക്കുപിഴയാണ് എന്ന് ന്യായീകരിച്ചെന്ന് പറഞ്ഞാലും ഇതിൻ്റെയൊക്കെ ലോജിക്ക് എന്താണ്? ഇതിനകത്തേക്ക് ഏത് കോമൺ സെൻസ് ആണ് അപ്ലൈ ചെയ്യുന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഉന്നത കുലജാതരുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഗോത്രവർഗക്കാർ പോട്ടെ എന്ന് സുരേഷ് ഗോപി പറഞ്ഞല്ലോ. അതെന്താ ക്രെഡിറ്റ് ആണോ? അതെന്താ ഉന്നത കുലജാതർ എന്താ സംഭവം? അത് മാത്രമല്ല, ഉന്നത കുലജാതരുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഗോത്രവർഗ്ഗക്കാരെങ്ങനെയാണ് പോകുന്നത്? അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ലൈഫ്, അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത പ്രിവിലേജ് എൻജോയ് ചെയ്യുന്ന ഉന്നത കുലജാതരുടെ എന്ത് റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടാണ് ഗോത്രവർഗ്ഗക്കാരെ അയക്കേണ്ടത്? എന്ത് തേങ്ങയാണ് പറയുന്നത്? ഓൾസോ ഉന്നത കുലജാതർക്ക് റെപ്രസെൻറ്റേഷനോ? എന്തിൻ്റെ റെപ്രസെൻറ്റേഷൻ? ഇനി എന്താ വേണ്ടത്? ഞങ്ങൾ വേണമെങ്കിൽ ഒരു 5 പേര് കൂട്ടി ആത്മഹത്യ ചെയ്യാൻ മോനെ. fact that he uses ഉന്നത കുലജാതർ in every chance he gets shows how regressive he is. And ഇതിനകത്തൊന്നുമില്ല, അതിനകത്ത് വർഗീയ വിഷവും ചാണകവും അല്ലാണ്ട് അതിനകത്തൊന്നുമില്ല. And at the end of the day it is always സുരേഷ് ഗോപി എന്തൊരു നല്ല മനുഷ്യനല്ലേ. ശാഖയിൽ കൂടുന്ന സംഖ്യകൾക്കിടയിൽ അല്ലെങ്കിൽ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾക്കിടയിൽ ജൽപ്പനങ്ങൾ പങ്കുവെക്കുന്നത് പോലെ ഒരു വേദിയിൽ നിന്ന് ഈ ബ്ലണ്ടേഴ്സ് ഒക്കെ അടിച്ചുവിടാനായിട്ടുള്ള കോൺഫിഡൻസ് എവിടെ നിന്ന് കിട്ടുന്നു? ഉന്നത കുലം എന്ന് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന കുലത്തിലുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ, ആര് നിശ്ചയിച്ചിരിക്കുന്നത്?
ഏത് കാലത്ത് നിശ്ചയിച്ചിരിക്കുന്നു? എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടന ഉള്ളിടത്ത് യാതൊരുവിധ ഡിസ്ക്രിമിനേഷനും അനുവദിക്കാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ആ ഒരു സനാതന ധർമ്മ ക്ലാസിഫിക്കേഷൻ എടുത്തുകൊണ്ട് വന്നിട്ട് എവിടെ പ്രസന്റ് ചെയ്യാനായിട്ടാണ്? ഇവിടെ അതിന് യാതൊരുവിധ വാല്യൂ ഇല്ല. നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന കുലത്തിലെ ഒരാൾ വന്നു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. എന്ത് മാറ്റങ്ങൾ ഉണ്ടാവും? അതിന്റെ മാർഗരേഖയോ പ്രൊജക്ട് റിപ്പോർട്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വെറുതെ അങ്ങ് പറയുകയാണ്. ഉന്നത കുലജാതന്മാർ മജോറിറ്റി ഉള്ള ഒരു രാജ്യത്തല്ല നമ്മൾ ജീവിക്കുന്നത്. ഉന്നത കുലജാതന്മാർ മജോറിറ്റി അധികാര ശ്രേണികളിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു രാജ്യത്താണ് കാലങ്ങളായിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്കെല്ലാം പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ഏകദേശ ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയൊരു ഉന്നത കുലജാതനെ അവർക്ക് അധികാരമില്ലാത്ത ഒരു സ്ഥലത്തേക്കും കൂടെ കെട്ടി എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും, ഉന്നമനം ഉണ്ടാവും എന്നൊക്കെ വാദിക്കുന്ന സമയത്ത് അതൊന്നും ആളുകൾക്ക് ദഹിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സുരേഷ് ഗോപി അടക്കം ഉന്നത കുലജാതന്മാർ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. എത്രയൊക്കെ നിങ്ങൾ പ്രവൃത്തി മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചാലും നിങ്ങളുടെ വ്യക്തിത്വം ജാതീയത, വർഗീയത അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ആളുകൾ ദീർഘകാലം നിങ്ങളെ വിശ്വസിക്കില്ല. കാരണം കാലങ്ങളായിട്ട് ഈ അധിക്ഷേപങ്ങളുടെയും അടിച്ചമർത്തലുകളുടെയും വേദന വേറെ ജീവിക്കുന്ന ഒരു വലിയ മജോറിറ്റി ഇവിടെയുണ്ട്. അണ്ടർ പ്രിവിലേജഡ് ആയിട്ടുള്ള ഒരു വലിയ കൂട്ടം ആളുകളുള്ള രാജ്യത്ത് 1.6% ആളുകൾ മാത്രം തങ്ങളുടെ വരുമാനത്തിൽ നിന്നും വരുമാന നികുതി അടയ്ക്കുന്ന ഈ ഒരു രാജ്യത്ത് ഇനിയും ഉന്നത കുലജാതൻ വന്നെങ്കിൽ മാത്രമേ ഉന്നമനം ഉണ്ടാവൂ എന്ന് കോൺഫിഡൻ്റ് ആയിട്ട് പറയല്ലേ? ഉന്നത കുലത്തിൽ അല്ലാതെ ജനിച്ചതുകൊണ്ട് ഓട്ടോമാറ്റിക്കായി അനുവദിച്ച് കിട്ടുന്ന വലിയ ഭൂസ്വത്തില്ല, സ്ഥാനമാനങ്ങളില്ല, വിദ്യാഭ്യാസ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. ഇതെല്ലാം കാലങ്ങളായിട്ട് ഫൈറ്റ് ചെയ്ത് നേടിയെടുത്താണ്. ഉന്നത കുലജാതന്മാരുടെ അടുത്ത് നിന്ന് ഫൈറ്റ് ചെയ്ത് നേടിയെടുത്താണ്. അപ്പോൾ ഈ നേടിയെടുത്ത സാധനവും തിരിച്ച് അവരുടെ കയ്യിലേക്ക് കൊണ്ടേ കൊടുത്തിട്ട് വീണ്ടും ഉന്നമനത്തിന് വേണ്ടി അവിടെ വന്ന് ഇറന്ന് നിൽക്കണം എന്നൊക്കെയുള്ള ആ ഒരു ആവശ്യമൊക്കെ ഉളുപ്പില്ലാതെ വേദിയിൽ നിന്ന് പറയാതിരിക്കുക. വേറൊന്നും പറയാനില്ല. നന്ദി.